അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 3 എന്ന ചെറിയ മൂവി ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് പടം, അത്രേ പറയാനുള്ളൂ. എന്താണോ നമ്മൾ ദൃശ്യം 1ലും 2വിലും എക്സ്പെക്റ്റ് ചെയ്തത് തേർഡിലേക്ക്, അത് തന്നെയാണ് നമുക്ക് ഈ പടത്തിൽ കിട്ടിയതും. അതേപോലെ എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ പടത്തിലേക്ക് നോക്കുമ്പോൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മുടെ ജോർജ് കുട്ടീൻ്റെ ഇപ്പോഴത്തെ ലൈഫ്, നമ്മുടെ ജോർജ് കുട്ടി എങ്ങനെയാണ് ലൈഫ് കൊണ്ടുപോകുന്നത് ഒക്കെ ഇങ്ങനെ കാണിച്ച് മെല്ലെ മെല്ലെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. പിന്നെ കൊള്ളാവുന്ന ഒരു ഇൻ്റർവെല്ലും പടത്തിനുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറച്ചധികം സംഭവങ്ങൾ ഇരിക്കുന്നത്. നല്ല ത്രില്ലിങ്ങോടെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. പിന്നെ പടത്തിലെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജോർജ് കുട്ടിയായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. പിന്നെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ മൂപ്പരുടെ ചില ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിൻ്റെ വേറെ ഒരു മുഖം കൂടി നമുക്ക് ഈ പടത്തിൽ ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്തൊക്കെ തിയേറ്റർ ഫുൾ ഓണായിരുന്നു. അതേപോലെ നമ്മുടെ മുരളി ഗോപിൻ്റെ ക്യാരക്ടർ കിടിലനായിരുന്നു. കൊള്ളാവുന്ന രീതിയിൽ മൂപ്പരും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കലോബോൺ ഷാജോൺ മൂപ്പരുടെ ക്യാരക്ടറും കിടുക്കിയിട്ടുണ്ട്. പിന്നെ മീനേൻ്റെ ക്യാരക്ടർ കൊള്ളായിരുന്നു, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബാക്കി വരുന്ന സൈഡ് ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊള്ളാവുന്ന ഒരു ക്യാമിയോ സിനിമേൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൊത്തത്തിലൊരു കിടിലൻ ത്രില്ലർ മൂവി തന്നെയാണ് ദൃശ്യം 3. നമ്മുടെ ലാലേട്ടൻ തകർത്തിട്ടുണ്ട്, ലാലേട്ടൻ തൂക്കി അങ്ങനെ തന്നെ പറയണം. പിന്നെ സ്പോയിലേഴ്സ് ഒക്കെ വരുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തോ. നല്ല അഭിപ്രായമാണ് പടത്തിന് ടിക്കറ്റ് കിട്ടാൻ വഴി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യാനുള്ള വക നമുക്ക് ഈ പടത്തിലുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ദൃശ്യം 3യെ കുറിച്ച് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മൂവീസിൻ്റെ റിവ്യൂസ്, നല്ല കിടില മൂവീസിൻ്റെ റെക്കമെൻഡേഷൻസ്, സജഷൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ ആളാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.